ഇന്നലെ നമ്മൾ പറഞ്ഞ ആയത്ത്. ഇന്നത്തെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ആയത്താണ് ഓതിക്കൊടുക്കുന്നതെങ്കിൽ പിന്നെ അശ്ലീലങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അശ്ലീലങ്ങളുടെ അടുത്തുകൂടെ പോകുമ്പോൾ മാന്യരായി പോവണം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട്. അശ്ലീലങ്ങൾ ചിലപ്പോൾ ഉളുപ്പുകെട്ട സംസാരങ്ങൾ പറയേണ്ടി വന്നാൽ അവിടെ സൂചനാപരമായി പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണം. സൂചനാപരമായി പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണം. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന്, എടോ നീ ഇന്നലെ ഭാര്യയുമായി ബന്ധപ്പെട്ടോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊരു വഷളത്തരാണ്. നേരെ മറിച്ച് ഇന്നലെ നീ സുബഹിക്കു മുമ്പ് കുളിച്ചിരുന്നോ എന്ന് ചോദിക്കുക, അതൊരു സൂചനാപരമായ ഒരു പ്രയോഗമാണ്. ഇങ്ങനെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ സൂചനാ വാക്കുകളിൽ പറഞ്ഞു തീർക്കുക എന്നത് മാന്യന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസ്സലാഹ്, സ്വലാഹിന്റെ ആളുകൾ, സാലിഹീങ്ങളായ ആളുകൾ, അവരിത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്നും കൂടെ കൂട്ടത്തിൽ പറയുന്നു. അവര് എന്റെ കെട്ടിയോള് അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നതിനെ തൊട്ട് പോലും എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുന്ന ഒരു മോശമാണെന്നല്ല, അവിടെ പോലും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളമ്മ അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഭാര്യ എന്ന് പറയുന്നതിനോ കുടുംബിനി എന്ന് പറയുന്നതിനോ അവിടെയൊക്കെ നമ്മൾ ഉൾപ്പുപാലിക്കണം എന്നല്ല. മറിച്ച് ചില ആളുകളുണ്ട് സെക്സുകൾ പറയുന്നതിന് എന്താ പറയാ, വായിന് തോലില്ലാത്തൊരു വിഭാഗം ആളുകൾ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് സ്റ്റേജിലായാലും അല്ലെങ്കിൽ പുസ്തകത്തിലായാലും അങ്ങോട്ട് പറഞ്ഞു കളയാം. ഒരവസരം കിട്ടിക്കളഞ്ഞാൽ നേരം വെളുക്കോളും അങ്ങോട്ട്. അങ്ങനെ ഉണ്ടല്ലോ, നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളും കക്ക എന്ന് പറഞ്ഞതുപോലെ ഒരു ചാൻസ് കിട്ടിയാൽ പിന്നെ വിചാരിച്ചതൊക്കെ അങ്ങോട്ട് പറയായിരുന്നു എന്ന് കരുതിയിട്ട ഈ സെക്സ് പറയുന്നത് വല്ലാത്ത താല്പര്യമായ ഒരു ടീം പരമാവധി മാറി നിൽക്കേണ്ടതാണ്. അതേസമയം മനസ്സിലാകേണ്ടിടത്ത്, വ്യക്തമായി പറയേണ്ടിടത്ത് പറയണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടിയും വരും. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മം വഉംയാനാ. അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ അവർക്ക് ഈമാൻ കൂടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നത് കാണാം, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഫമിൻഹും മൻ യഖൂൽ, അതേ ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂലു, ചോദിക്കുന്നവരുണ്ട്, അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന. മുഹമ്മദ് പറഞ്ഞു, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും. അള്ളാന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോ ഈമാൻ കൂടുന്നു പറയുന്നു മുഹമ്മദ്. ഒരു പുതിയ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ഓതിക്കൊടുക്കുകയാണെങ്കിൽ അവര് ചോദിക്കും. ആര്? മുനാഫിക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള മുനാഫിക്ക്, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കാഫിറുകളല്ല, കൂടെയുള്ള ഉള്ളിലുള്ള ശത്രുക്കൾ മുനാഫിക്കുകൾ. അവർ ചോദിക്കും, അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കത് ഈമാൻ കൂട്ടി? ഇപ്പൊ ഒന്ന് ഓതിയല്ലോ മുപ്പര്, അതുകൊണ്ട് പരക്കും ഈമാൻ കൂടിയോ? അയ്യുക്കും സാദത്തുഹു ഹാദിഹി ഈമാന, നിങ്ങളിൽ ആർക്കാണ് ഈ വചനം ഈമാൻ വർദ്ധിപ്പിച്ചത്? അവർക്ക് മറുപടി പറയുന്നു ഖുർആൻ, ഫഅമ്മല്ലദീന ആമനു, മക്കളെ നിങ്ങൾക്ക് കൂടിയിട്ടില്ല, ശരിയാ. കാരണം നിങ്ങളെ മനസ്സിനകത്ത് ഈമാനില്ല. നിങ്ങൾ ആനുകൂല്യങ്ങൾ പറ്റാൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുക. അതുകൊണ്ടാ ഈമാനുള്ളവർ ഫസാദത്തുഹും ഈമാനാ, അവർക്ക് ഈ ആയത്ത് ഒന്നും കൂടെ ഈമാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ ആയത്തുകൾ ഇറങ്ങും തോറും അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നല്ല വഹും യസ്തബ്ശിറൂൻ, അത് ഇറങ്ങും തോറും അവർ ഈമാൻ വർദ്ധിക്കുന്ന ആ സന്തോഷത്തിലുമാണ്. വഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷത്തിൽ ആറാടുകയാണ്. എന്തൊരു സന്തോഷത്തിലാണ് അവരുള്ളത്. അതേസമയം വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, നിങ്ങളെപ്പോലെ നിഫാഖിന്റെ കാപട്യത്തിന്റെ രോഗമുള്ള ആളുകളില്ലേ, മനസ്സ് നിറയെ കാപട്യ രോഗം ബാധിച്ച ആളുകള്, അതേ ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവർക്ക് നേരത്തെയുള്ള മാലിന്യത്തെക്കാൾ ഒന്നും കൂടെ, ഒരു മാലിന്യവും കൂടെ ഇത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ അവരുടെ ഹൃദയത്തിൽ അഴുക്കുണ്ട്. അത് എന്താ? ആ ആയത്തുകൊണ്ട് നിഷേധിച്ചിരുന്നു എന്നതാണ്.
ഇപ്പൊ ഈ ആയത്ത് കൊണ്ട് നിഷേധിച്ചപ്പോ ഒരഴുക്കും കൂടി അവർക്ക് വർദ്ധിച്ചു. ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, ഇരട്ടി ഡബിൾ അഴുക്ക് അവർക്കത് വർദ്ധിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മൾ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അതിനനുസരിച്ച നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ പെരുമാറ്റവും ചിട്ടപ്പെടുത്തിയെടുക്കുന്ന മുത്തഖീങ്ങളാകണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സൂറത്തു തൗബ 124, 125 ആയത്തുകളാണ് ഞാൻ ഓതിയത്. ഇതേ രൂപത്തിൽ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ഖുർആൻ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ആവേശം കേട്ടോ. ഇപ്പോ അതിനു മുമ്പ് ഒരു ഉദാഹരണം പറയാം. മറ്റൊരു ഉത്ബോധനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശരിക്ക് കേൾക്കണം, സഹോദരന്മാരും കേൾക്കണം. ഖുർആൻ പറഞ്ഞ ശക്തമായ ഒരു താക്കീതാണ്. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. അല്ലാഹു തആല പറയുന്നു, വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്നവരുണ്ട്. ഉണ്ടോ? അശ്ലീലോപകരണങ്ങൾ വീട്ടിലേക്ക് കാശ് കൊടുത്തു വാങ്ങിക്കൊണ്ടുവരുന്നവർ. ലഹുവുൽ ഹദീസ് എന്ന് പറഞ്ഞ അശ്ലീല വർത്തമാനം. അതെന്തായാലും ശരി, ഒരു ഉപകരണത്തിൽ തന്നെ ഖൈറും ഷെറും ഉണ്ടാകും. അതിൽ ഷെറ് തുറക്കൂലെങ്കിൽ ഓക്കെ, ഷെറും തുറക്കുമെങ്കിൽ ഇതിൽ പെടും. ലഹുവൽ ഹദീസ് ഉണ്ടോ? വീട്ടിലേക്ക് നാം കാശ് കൊടുത്തു കൊണ്ടുവാങ്ങി വരുന്ന, കാശ് കൊടുത്ത് നാം മേടിച്ചു വരുന്ന നമ്മുടെ ടെലിവിഷൻ സെറ്റില്ലേ, ഞാൻ പ്രത്യേകിച്ച് പറയുന്ന, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ഇത് വെക്കുമ്പോ നിങ്ങൾ ന്യായം പറഞ്ഞത് വാർത്ത കേൾക്കാനാ, ലോകവിവരം അറിയണമെന്നതാണ്. പ്രിയപ്പെട്ട മോമിനെ, നിന്റെ വീട്ടിൽ പലപ്പോഴും വാർത്തകൾക്ക് ഇത് ഓടുന്നില്ലായിരിക്കാം, അല്ലേ? ഇത് കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ ദുഷിച്ചുപോയത് നിന്റെ ഭാര്യയും നിന്റെ മക്കളുമാണ്. അവരെപ്പോഴും അശ്ലീല പ്രോഗ്രാമുകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ എന്റെ ഉമ്മമാര് റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണ്. എന്റെ ഉമ്മമാരെ എവിടെ എത്തിപ്പോയി? ഈ ആയത്തൊന്ന് കേട്ടോ, സൂറത്തുൽ ലുഖ്മാനിൽ. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൃഗങ്ങളുടെ കൂട്ടത്തിലല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. മൻ യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലോപകരണം, അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവർ. അത് ഉപകരണം ഏതു ആവാം, അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവർ. മൻ യസ്തരി ലഹുവൽ ഹദീസ്, എന്തിനാണത് വാങ്ങുന്നത്? ലിയുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ അതൊരു മാർഗതടസ്സമാവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ മാർഗതടസ്സമാവാൻ വേണ്ടിയല്ല അവർ വാങ്ങുന്നത്, മറിച്ച് വാങ്ങുന്നതിന്റെ അനന്തരഫലം അങ്ങനെ ആയിത്തീരുകയാണ്. ലിയുളില്ല അൻ സബീലില്ലാഹ്, ആ വാങ്ങുന്നതിന്റെ അനന്തരഫലം അല്ലാഹുവിന്റെ വഴി തടയലാണ്. അതേ, നീ ടെലിവിഷൻ നിന്റെ വീട്ടിൽ വെക്കുന്നതിന്റെ മുമ്പ് നിന്റെ ഭാര്യ ഖുർആൻ ഓതിയിരുന്നോ? നെഞ്ചത്ത് കൈവച്ച് മറുപടി പറയണം. പോവട്ടെ, നിന്റെ ഭാര്യക്ക് ആ ശ്രദ്ധയില്ലെങ്കിൽ, ടെലിവിഷൻ വാങ്ങുന്നതിന്റെ മുമ്പ് അവൾക്ക് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട്, നിന്റെ ഉമ്മ ഖുർആൻ ഓതിയിരുന്നോ? ശ്യാമകരിവിന്റെ ഇടയിൽ തസ്ബീഹുമാല, അതിലെ മണികൾ മറിച്ച് തസ്ബീഹ് ചൊല്ലിയിരുന്നോ? തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചൊല്ലിയിരുന്നോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ വല്ലിമ്മ ചൊല്ലിയിരുന്നോ? അതേ, മാലയും മൗലിദുമൊക്കെ പാരായണം ചെയ്ത, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ ഉമ്മയും വല്ലിമ്മയും ഭാര്യയുമൊക്കെ ഇപ്പോഴതൊക്കെ വലിച്ചെറിഞ്ഞ് ഇന്ന് അതാ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ടെലിവിഷന്റെ മുമ്പിലിരിക്കുന്നത് നിന്റെ വല്ലിമ്മയാണ്, നിന്റെ ഉമ്മയാണ്, നിന്റെ ഭാര്യയാണ്, നിന്റെ പെങ്ങന്മാരാണ്, നിന്റെ മക്കളാണ്. സുബ്ഹാനല്ലാഹ്, പ്രായം ചെന്ന നിന്റെ ഉമ്മയുടെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ ഉള്ളത്. കാലം അവിടെയാണ്. ശരിക്കു ചിന്തിച്ചോ. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കാൻ. അതാ മുഫസ്സിറുകളുടെ ഹെഡായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിക്കപ്പെട്ടു, അല്ല, അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു അശ്ലീലങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥാപിച്ചാൽ അല്ലാഹുവിന്റെ വഴി മുടക്കുമെന്ന്. സബീലുല്ലാഹി എന്ന് പറഞ്ഞാൽ നിസ്കാരം മുടങ്ങിയാൽ അല്ലാഹുവിന്റെ വഴിയാണ്, നോമ്പ് മുടങ്ങിയാൽ അല്ലാഹുവിന്റെ വഴിയാണ്,
കുടുംബബന്ധം ചേർക്കുന്നത് മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴിയാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴിയാണ്. കുടുംബ ക്ലാസുകൾ മുടങ്ങിയാൽ, മതപ്രഭാഷണങ്ങൾ മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴിയാണ്. ഖുർആൻ ക്ലാസ് മുടങ്ങിയാൽ അള്ളാഹുവിന്റെ വഴിയാണ്. അല്ല, എന്താണ് ഈ സബീലുല്ലാഹി കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്? അതൊക്കെ ആണെങ്കിലും എന്തോ പ്രധാനമായി വല്ലതും ഉദ്ദേശിച്ചിട്ടുണ്ടോ? അന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് നോക്കിക്കാണുകയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറത്തുള്ള നമ്മളെ നോക്കിക്കാണുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പറഞ്ഞു, യഅ്നീ, അതേ, പടച്ച റബ്ബ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് തിലാവത്തൽ ഖുർആൻ, ഖുർആൻ പാരായണം മുടങ്ങുമെന്നാണ്. എങ്ങനെയുണ്ട് ഇബ്നു അബ്ബാസിന്റെ കാഴ്ചപ്പാട്? എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, നീ നിസ്കാരം നിനക്ക് മുടങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ വീട്ടിൽ ഇപ്പോഴും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പെട്ടി വന്ന വീട്ടില് ഖുർആനോത്തുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ചാലോചിക്കു സഹോദര. നിന്നോട് ചോദിക്കാൻ, നിന്റെ ആത്മാവിനോട് ചോദിക്കാൻ, സ്വന്തത്തോട് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഇന്ന് ഖുർആനോതുന്നുണ്ടോ നിന്റെ വീട്ടില്? ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാദേശിക ലെവലില് ഒന്ന് കയറിയിറങ്ങോ. ഇശാ മഗ്രിബിന്റെ ഇടയില് നിങ്ങളുടെ വീടുകളില് എത്ര വീടുകളിൽ നിന്ന് ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? എത്ര വീടുകളിൽ നിന്ന് സ്വലാത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? എത്ര വീടുകളിൽ നിന്ന് മാലയുടെ മൗലിദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? അതോ ആ വീടുകളില് കാതടപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അശ്ലീല ശബ്ദങ്ങളും ഒച്ചപ്പാടുകളുമാണോ ഉള്ളത്? നോക്കൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, സ്വയം വിലയിരുത്തൂ. എന്നിട്ട് വിശുദ്ധ ഖുർആനില് സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ വചനം ഒന്ന് പാരായണം ചെയ്യാം. വമിനന്നാസ് മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ. കണ്ടോ, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് പഴപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ മനഃപൂർവ്വമല്ല, ബിഗൈരി ഇൽമിൻ. ഇയാൾ അറിയാതെയാ പഴപ്പിക്കുന്നത്. ബിഗൈരി ഇൽമിൻ എന്നതിന് 2 വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ഇയാൾ അറിയാതെ നടന്നു പോവുക, കരുതിക്കുട്ടിയല്ല, അല്ലെങ്കിൽ ഇതൊന്നും പാടില്ലാത്ത കാര്യമാണെന്ന് ഇയാൾ അറിയാതെ സംഭവിച്ചു പോയി. എങ്ങനെയായാലും സംഭവം തന്നെയാ. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസുവ. അന്ന് മുതൽ നല്ല വഴികളെ കൊച്ചാക്കുകയും ചെയ്യുന്നു. ഇനി ഉമ്മാനോട് സലാത്തും മൗലിദൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിനോടൊക്കെ പുച്ഛാണ്. വയത്തഖിദഹ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. ഈ ആളുകൾക്ക് നീചമായ ശിക്ഷയാണ് ഞാൻ ഒരുക്കി വെച്ചത്. അല്ലാഹു ആർക്ക്? ഇത് കാണുന്നവർക്കല്ല പറഞ്ഞത്, ഇത് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നവന്. നമ്മളെ പറ്റിയാ പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോളി. കാണുന്നവർക്ക് എന്തായാലും ഉണ്ടാവും. ഇത് കൊണ്ടുവന്നവർ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് ഇത് ഉസ്താദെ അവസാനത്തെ റമദാൻ പ്രഭാഷണമാക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ ഇത് ഞാൻ പറയുന്നത് വെച്ചേ പറ്റൂ നിർബന്ധമുണ്ടോ? ലോകവിവരം അറിയണം, വാർത്ത അറിയണം എന്നൊക്കെ നിർബന്ധമുണ്ടോ? ശക്തമായ കൺട്രോളെങ്കിലും വേണം വിശ്വാസി. അതാ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശക്തമായ കൺട്രോള്. ഒരനാവശ്യ ചിത്രം കാണാൻ അനുവദിക്കാൻ പാടില്ല വീട്ടില്. ഇത് നമ്മളടക്കം ഇരുന്ന് നമ്മുടെ അകമ്പടിയോടെയല്ലേ കാണുന്നത്, പിന്നെ എവിടെയാ നന്നാകുന്നത്? അതുകൊണ്ട് സൂക്ഷിക്കാൻ കഴിയൂലേ, നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയൂലേ? ഉസ്താദെ, നിയന്ത്രണമൊക്കെ ചക്കര വാക്ക് പറയാനേ കഴിയുള്ളൂ എന്നുണ്ടോ? തൽക്കാലം മാറ്റണം, എന്നെങ്കിലേ ഈമാൻ രക്ഷപ്പെടുള്ളൂ. കാരണം ഇതാണ് നമ്മുടെ വീടുകൾ ദുഷിപ്പിച്ചത്. ഇതാണ് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാത്തത്. ഇതാണ് നമ്മളെ മക്കള് നന്നാവാത്തത്. ഇനി നമ്മളെ പഴിക്കുക എന്നല്ലാതെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ നല്ല വഴിക്ക് സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നോക്ക് നിങ്ങൾ, എന്നിട്ട് പറയുന്നു അള്ളാഹു കഴിഞ്ഞില്ല. ആ ആയത്താണ്ട് പറഞ്ഞ ഉടനെ പറഞ്ഞു. കാരണം ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോ നേരം വെളുക്കാത്തൊരു മൊയിലേര്, ഇയാൾക്ക് പഴയ ചിന്താഗതിക്കാരനാണല്ലേ, തീരെ നേരം വെളുത്തിട്ടില്ല, യുഗങ്ങൾക്ക് മുമ്പ് ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെ അഭിപ്രായമുള്ള ചെറുപ്പക്കാരുണ്ടാവും. കുറച്ചൊക്കെ മോഡേണായി ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടാകും. അവരോടായി പറയുന്നു, സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ വചന നിങ്ങൾ കേട്ടത്. ഇനി 7 കേട്ടോ. അത് കേൾക്കുമ്പോ വേഗം തിരിയും നമ്മളെ നിലപാടെന്താണ്. ഇത് പറഞ്ഞിട്ടല്ല 7-ാമത്തെ ആയത്തിൽ പറയുന്നത്, തൊട്ടടുത്ത ആയത്ത്, വഇദാ തുത്ല അലൈഹി ആയാതുനാ. ഇങ്ങനെ മുന്നോട്ടു പോകുന്ന സഹോദരനും സഹോദരിക്കും നമ്മുടെ പൊള്ളുന്ന വചനങ്ങൾ ഓതിക്കൊടുത്താൽ നരകശിക്ഷ പറഞ്ഞ് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യരുത്, തെറ്റാണെന്ന് ഖുർആനിലെ ആയത്തോതി വഅദ് പറഞ്ഞു കൊടുത്താൽ, വല്ലാ മുസ്തക്ബിറ,
അവൻ അഹങ്കാരിയായി തിരിഞ്ഞു കളയുന്നു. എന്ത് ഖുർആൻ, എന്ത് വഅദ്, എന്ത് പ്രസംഗം, എന്ത് മുസ്ലിയാര് അല്ലെ. വല്ല മുസ്തക്ബിറ കഅല്ലം യസ്മഅഹ, അവന്റെ പോക്ക് കണ്ടാൽ അവനിതൊന്നും കേൾക്കാത്ത മട്ടുണ്ട്. കഅല്ലം യസ്മഅഹ, കേൾക്കാത്ത മട്ടിലാണ് അവന്റെ പോക്ക്. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ രണ്ട് ചെവിയിൽ ഭദ്രമായ അടപ്പുകളുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നബിയേ നിങ്ങൾ അവന് അറിയിക്കണം, വിവരം നൽകണം കേട്ടോ. വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന സന്തോഷം നിങ്ങൾ അവനെ അറിയിക്കണം. സന്തോഷം എന്നാ പറഞ്ഞത്, പക്ഷെ അത് സന്തോഷം കൊണ്ടല്ല. ചിലപ്പോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ പറയും, പരിഹാസ രൂപേണ ചിലപ്പോ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും വികൃതി കാട്ടി ഓടിപ്പോവുകയാണെങ്കിൽ ഉമ്മ പറയും, ഇങ്ങോട്ട് വാടോ, എനിക്ക് ഞാൻ പള്ളം അറച്ച് തരാമെന്ന് പറയും. നമ്മൾ ബിരിയാണി കിട്ടുന്ന കരുതി ഓടിച്ചെല്ലാറില്ലല്ലോ, നമുക്ക് ആ ഭാഷ വായിക്കാൻ കഴിയും. എന്താണ് ആ പറഞ്ഞത് എന്നതുപോലുള്ള വാക്കാണ്. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, നോവുറ്റ ശിക്ഷയാണ് ഞാൻ അവർക്ക് ഒരുക്കി വെച്ചത്. എന്നാൽ മുഅ്മിനീങ്ങളോ, ആ മുഅ്മിനീങ്ങളോ, അതേ അല്ലാഹ് പറയുന്നു, ഇന്നല്ലദീന, 8-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായിട്ടും വിശ്വാസികൾ, സുകൃതം ചെയ്യുകയും ചെയ്തവർ, ഖുർആൻ കേട്ടിട്ട് അതിനനുസരിച്ച് ജീവിച്ചവർ, ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖാഡംബരങ്ങളുടെ സ്വർഗീയ ആരാമങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അതേ, സുഖാസ്വാദനങ്ങളുടെ ആരാമങ്ങളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ അവർ കാലാകാലം കഴിഞ്ഞുകൂടും. അവിടുന്ന് അവർ പുറന്തള്ളപ്പെടുകയില്ല. അതേ, വഅദല്ലാഹി ഹഖ്ഖാ, ഇത് അല്ലാഹുവിന്റെ പുലരാനുള്ള ഓഫറാണ്. വഅദല്ലാഹി ഹഖ്ഖാ, സത്യസന്ധമായ വാഗ്ദാനമാണ്. അല്ലാഹ് ഓഫർ തന്ന് കബളിപ്പിക്കുന്നവനല്ല. ഓഫറുകളുടെ കാലഘട്ടമാണ്. എവിടെ ഓഫറുണ്ടെന്ന് കേട്ടാലും ഓടിപ്പോകുന്നവരാ നമ്മൾ. അല്ലാഹ് ഇതാ നമുക്ക് ഓഫർ തരുന്നു. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു ഓഫർ ലംഘിക്കാറില്ല. ലാ യുഖ്ലിഫുല്ലാഹു വഅദ വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ ഓഫർ പാലിക്കപ്പെടാനുള്ളതാണ്. അത് കിട്ടും, ഉറപ്പാ. തരാന്ന് പറഞ്ഞിട്ടുണ്ടോ, നല്ലത് കിട്ടും. പക്ഷെ ഇതിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പോകാത്തത്. നേരെ വെച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഓഫർ അത് കിട്ടിയാ പിന്നെ ഉടനെ റെഡിയാ നമ്മൾ, അല്ലേ? അത് കിട്ടിയാൽ നമ്മൾ ഉടനെ റെഡിയാണ്. ഒരിക്കലും മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ വെച്ചിട്ട് ഒരാള് ടവൽ ഇങ്ങനെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാള് പറഞ്ഞു, 2 ടവലിന് 5 റുപ്യാണ്. ആർക്കും വേണ്ട. അയാൾ അടുത്ത ബസ് കയറിയിട്ട് പറഞ്ഞു, 1 ടവലിന് 5 റുപ്യ. എന്നാലോ 1 ടവൽ എടുത്ത 1 ടവൽ ഫ്രീ തന്നു. അപ്പൊ എല്ലാരും വാങ്ങി. ഇതാണ് നമ്മുടെ കാലഘട്ട സംഭവം. രണ്ടും തന്നെയാണ്. നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. 100 റുപ്യ വിലയുള്ള 50 റുപ്യ വിലയുള്ള സാധനം അത് 100 ഇട്ടിട്ട് 50% കിഴിവ് പറഞ്ഞാൽ റെഡിയാ, തള്ളിക്കോ. അപ്പൊ ഇതേ രൂപത്തിലായതുകൊണ്ട് അള്ളാഹു നമ്മളെ ഇതാ നുണപ്പിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ആഗ്രഹിപ്പിക്കുന്നു, വരൂ. പക്ഷേ ഇത് നുണച്ചാൽ, ഇത് നുണഞ്ഞ് നാം ചെന്നാൽ നാം വെറുതെ ആവില്ല. അവിടെ ചൊല്ലുമ്പോൾ അത് കിട്ടും കൃത്യമായിട്ട്. വഅദല്ലാഹി ഹഖ്ഖാ വഹുവൽ അസീസുൽ ഹകീം, ഓഫർ നിറവേറ്റാൻ കഴിയാത്തവനല്ല അല്ലാഹു. അൽ അസീസ്, അന്തസ്സുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്. അൽ ഹകീം, യുക്തിമാനാണ് പടച്ചറബ്. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനത് പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോകും. അതായത് ഇവിടെ ഇപ്പൊ ഓഫർ പറഞ്ഞാൽ തന്നെ അത് ആ സമയമാകുമ്പോഴേക്ക് പാലിക്കാൻ കഴിഞ്ഞോളന്നില്ല. ചിലപ്പോൾ ആൾക്ക് സാധിക്കൂല, ചിലപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ട് സാധിക്കാതെ പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാ ചുരുക്കി അത്രേ പറയുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശ്വാസികള് ഖുർആനിലെ ഒരു ഉപദേശം അങ്ങോട്ട് കേട്ടാൽ അവിടെ നിൽക്കണം വിശ്വാസികൾ. പിന്നെയും വേണ്ടാത്തരം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. വിശ്വാസികൾ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ മനസ്സും ശരീരവും ആ ഖുർആനോത്തിന് പാകപ്പെടും. അല്ലാഹു തആല
വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നത് എത്ര ഹൃദ്യം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്നത് സുന്ദരമായ വിവരമാകുന്നു, വചനമാകുന്നു. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബം മുതശാബിഹാ, കിതാബം മുതശാബിഹ, 6000-ൽ പരം വചനങ്ങൾ, എല്ലാം ഒന്നൊന്നിനോട് മുറിച്ചു മാറ്റാൻ കഴിയാത്ത പാരസ്പര്യമുള്ള വചനങ്ങളാണ്. കിതാബം മുതശാബിഹ, അതിന്റെ ഒരു വചനം മറ്റൊരു വചനത്തെ വിശദീകരിക്കുന്നു. ഇവിടെ വ്യക്തമാകാതെ കിടക്കുന്നത് അവിടെ വ്യക്തമാക്കി തരുന്നു. കിതാബം മുതശാബിഹ, അറുത്തു മാറ്റാൻ കഴിയാത്ത, മുറിച്ചു മാറ്റാൻ കഴിയാത്ത, പിരിച്ചു വെക്കാൻ കഴിയാത്ത പാരസ്പര്യത്തോടുകൂടെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണത്. കിതാബം മുതശാബിഹ. മാത്രമല്ല മസാനിയ, പലതവണ വിഷയങ്ങൾ പലതവണ ആവർത്തിച്ചുറപ്പിക്കപ്പെട്ടു. ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരു പരാമർശത്തിലില്ലാത്ത ഗുണത്തോടുകൂടെ രണ്ടാമത്തെ പരാമർശത്തിൽ, ഇങ്ങനെ പലതവണ ആവർത്തിച്ച് വിഷയങ്ങൾ ഉറപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം മുഅ്മിനീങ്ങൾ കേൾക്കുമ്പോൾ തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകും. ഖുർആൻ പറയുന്നു തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. ആ ഖുർആൻ കേൾക്കുമ്പോഴേക്ക് അവർക്ക് രോമാഞ്ചം അനുഭവപ്പെടുന്നു. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അതെ, അതുകൊണ്ട് തന്നെ അതങ്ങ് കേട്ടാൽ, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായാൽ, അതിന്റെ ഉത്ബോധനം എന്താണെന്ന് മനസ്സിലായാൽ, ഇദാ ദുക്കിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. അതേ, സുമ്മ കൂടുതൽ വൈകാതെ ഉടനെ തന്നെ, അതാ അടുത്ത നിമിഷം തന്നെ അവര് തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ മെയ്യും അവരുടെ മനസ്സും അതാ ഇലാഹി സ്മരണയിലേക്ക് തരളിതമാവുകയാണ്, അതിന് പാകപ്പെടുകയാണ്, മയപ്പെടുകയാണ്. എന്തേ പറഞ്ഞത്, ഞാൻ റെഡി എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ധാരാളം ആളുകളെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു നമ്മളെ. അമൂ വസമ്മൂ ഫയഅ്ലനുൽ ബശായിരിലും തുസ്മഉ വബാരിഖത്തുൽ ഇൻദാരിലം തുശമീ മൗലായ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. നോക്ക് നിങ്ങൾ, അല്ലാഹുവിൻ ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അവര് പഠിപ്പിക്കുന്ന അമൂ വസമ്മൂ, അമൂ അവർ അന്ധരാണ്, വസ്വമ്മൂ അവർ ബധിരരാണ്. സത്യനിഷേധികളെ കുറിച്ച്, നന്ദി കേട്ട വർഗത്തിനെ കുറിച്ച് പറയുന്നു. അവർക്കൊരു സ്വഭാവമുണ്ട്, ഖുർആന്റെ എല്ലാ മഹത്വങ്ങളും പറഞ്ഞതിന്റെ ശേഷാ പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അമൂ വസ്വമ്മൂ അവരന്ധരും ബധിരരുമായതുകൊണ്ട് ഫയഅ്ലാനുൽ ബശായിരിലം തുസ്മഅ, സുവിശേഷ വിളംബരങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഫയഅ്ലാനുൽ ബശായിരിലം തുസ്മഅ, ഖുർആൻ നടത്തുന്ന സുവിശേഷ വിളംബരങ്ങൾ, സ്വർഗത്തിന്റെ പഴങ്ങള്, സ്വർഗത്തിലെ ഭക്ഷണങ്ങള് സിദ്ദീഖുൽ അക്ബറിനെ ത്രസിപ്പിച്ചെങ്കിൽ, സ്വർഗത്തിലെ ഹൂരികൾ മുഅ്മിനീങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതേ ഇവനെ ആ ഹൂരികളോ പഴവർഗ്ഗങ്ങളോ സുഖസൗകര്യങ്ങളോ ഇളക്കുകയില്ല. ഫയഅ്ലാനുൽ ബശായിരി ലം തുസ്മഅ വബാരിഖത്തുൽ ഇൻദാരി ലം തുശമീ. പിന്നെയും പറയുന്ന ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു, വബാരിഖത്തുൽ ഇൻദാരി ലം തുശമീ, അതേ രൂപത്തിൽ താക്കീതുകളുടെ മിന്നൽ പിണരുകൾ, താക്കീതുകളാകുന്ന മിന്നൽ പിണരുകൾ ലം തുശമി അവര് കാണാതെ പോയി. മിന്നൽ പിണര് പോലെയാണ് താക്കീതുകൾ, ഏതന്ധനും കാണാൻ പറ്റുന്ന രൂപത്തിൽ. അതാ വ്യക്തമായ താക്കീതാണ് നരകശിക്ഷയെ കുറിച്ച് നടത്തിയത്.
ആ സക്കൂം വൃക്ഷത്തെക്കുറിച്ച് അവന് കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. അതൊന്നും അവന് കേൾക്കണ്ട, അറിയണ്ട. അതൊന്നും കേട്ടിട്ട് അവനൊരു കുലുക്കവുമില്ല. അതേ ഹമീം വെള്ളം കുടിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. എന്തു സംഭവിച്ചാലും ഞാനത് സഹിച്ചുകൊള്ളാമെന്ന മട്ടിലാണ്. അതേ, ഇളകിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഇളകും. ഇവിടെ വെച്ച് ഇളകാത്തത് ഭാഗ്യദോഷികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ അതിന് മയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അതിനുവേണ്ടി ഹൃദയം പൊട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, അർഹമുറാഹിമായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങള് നിന്നോട് ചോദിക്കുന്ന ചോദ്യം നീ ഒരിക്കലും തട്ടിക്കളയല്ല റഹ്മാനേ, ഒരിക്കലും തട്ടിക്കളയരുത് റഹ്മാനേ. അപ്പോൾ വിശുദ്ധ ഖുർആൻ വെച്ച് എന്ത് ഉത്ബോധനം നടത്തിയിട്ടുണ്ടോ ആ ഉത്ബോധനത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസി. ഇനി അതാ ഖുർആനിൽ നിന്നൊരു ചെറിയ ഒരു ഉദാഹരണവും കൂടെ നമുക്ക് പറയാം. ഖുർആൻ പറയുന്നു, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, നിങ്ങളുടെ സാന്നിധ്യമുള്ള സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കില്ല എന്ന് ഖുർആനിന്റെ ഒരു ഉത്ബോധനമാണ്. ഇത് കേൾക്കുമ്പോ അത് ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങൾ ആ മുത്തുനബിയെ മനസ്സിൽ കുടിയിരുത്താൻ നോക്കുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഈ വാചകത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത നവീന ചിന്താഗതിക്കാരൻ, വ്യതിയാന ചിന്താഗതിക്കാരൻ, വിവരമില്ലാത്തവൻ മുത്തുനബിയുടെ സ്ഥാനത്തെ ഇടിച്ചു സംസാരിക്കുന്നു. അത് മുത്തുനബിയുടെ ഹയാത്ത് കാലത്താണെന്ന് പറയുന്നു. ഹയാത്ത് കാലത്താണെന്ന് ആ ആയത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങളുടെ സാന്നിധ്യമുണ്ടോ നിങ്ങളെ തകർക്ക്. ആ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഏതു നിർദ്ദേശത്തിനു മുമ്പിലും നമ്മൾ തലകുനിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു ഖൗമ, ഒരു ജനത പരാജയപ്പെടില്ല, അവരെ അദാബിലാക്കില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? അത് സ്വീകരിക്കാൻ കഴിയുന്നില്ലേ? എന്നാൽ ഈ പറഞ്ഞ ഇന്ന് നാം ചർച്ച ചെയ്ത ഖുർആനിക അധ്യാപനങ്ങൾക്ക് മുമ്പിൽ സമ്പൂർണ്ണ അനുസരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്തവരാണ് നമ്മളെന്ന് ഉറപ്പിച്ചേക്കുക. അതുകൊണ്ട് ഏത് പ്രഖ്യാപനമാണോ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കുടിയിരുത്തിയ ആള് പരാജയപ്പെടൂല, ഉറപ്പാണ് ആ കാര്യം. നോക്ക് നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒപ്പം കൂടെ നിൽക്കുമ്പോ എന്തെങ്കിലും ആരെങ്കിലും ഒരു അക്രമി വരികയാണെങ്കിൽ നബി തങ്ങൾ അത് തടുക്കും. അല്ലെങ്കിൽ ഒരു മൃഗം ആക്രമിക്കാൻ വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ തടുക്കും എന്നു മാത്രമാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയവർക്ക് തെറ്റുപറ്റിപ്പോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും സംരക്ഷിക്കും എന്ന് തന്നെയാണ് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ഒരിക്കലും അദാബിലാക്കുകയില്ല നബിയേ. ഇത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ജനങ്ങൾക്കുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ നമുക്കെല്ലാവർക്കും കിട്ടേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലക്കാരല്ലാത്ത നമുക്കും കിട്ടണം. അള്ളാഹുവിന്റെ ഹബീബ് ഇന്നും ആത്മീയമായി നമ്മുടെ കൂടെയുണ്ട്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകരുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഖുർആൻ പറഞ്ഞു. നോക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുനിന്ന് ഒരു ദിവസം സഫീനത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സന്തത സഹചാരിയാണ്. ആ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞയക്കുന്നു യമനിൽ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്.
ആ മുആദ് ഇബ്നു ജബലിന്റെ അടുത്തേക്ക് ഒരു എഴുത്തു കൊടുത്തു വിടുന്നു. ഇത് മുആദ് ഇബ്നു ജബലിന് കൊടുക്കണം, മുത്തുനബി തന്നതാണെന്ന് പറയണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് യമനിലേക്ക് കുറുക്കുവഴിയിലൂടെ ക്രോസ് ചെയ്ത് ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുമ്പോ ഒരു ഘോര വനത്തിനുള്ളിലൂടെ കടന്നു പോകുന്നു. കാട്ടിനുള്ളിലൂടെ ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോ അതാ അങ്ങുമിങ്ങും രണ്ട് സൈഡിലും ഇടതൂർന്ന വനങ്ങളാണ്. പേടിയാകും അതിലൂടെ നടക്കാൻ. ഒറ്റക്ക് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് വഴിമധ്യേ ഒരു സിംഹം വഴിയിലിറങ്ങി നിൽക്കുന്നു. കാട്ടിൽ നിന്ന് വലത്തോ ഇടത്തോ സൈഡിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു സിംഹം അവിടെ ഇറങ്ങി നിൽക്കുന്നു. ഈ സിംഹത്തെ കണ്ടപ്പോൾ സഫീനത്ത് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ആരും പേടിക്കില്ലേ? സിംഹം സിംഹത്തിൻ്റെതായ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്തല്ല, നാട്ടിലല്ല, നമ്മൾ കാട്ടിൽ. സിംഹം സിംഹത്തിന്റെ ലോകമായ കാട്ടിൽ നമ്മളെ കിട്ടിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. വളരെ ഗൗരവമേറിയ നിമിഷമാണ്. ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അതാ ഭയപ്പെടുമ്പോഴേക്ക് ആലോചിച്ചു, അല്ലാഹുവിന്റെ ഹബീബ് എന്റെ കൂടെയുണ്ടാകുമ്പോ ഞാൻ ഭയപ്പെടണോ? ഹബീബ് എന്റെ മനസ്സിൽ കുടിയിരിക്കുന്നില്ലേ? ആ ഹബീബിന്റെ സഹായം എനിക്ക് ലഭിക്കാതിരിക്കോ? ഉടനെ തന്നെ ആ സിംഹത്തിന്റെ മുമ്പിലേക്ക് തന്റെ പോക്കറ്റിലുള്ള എഴുത്തിങ്ങെടുത്തിട്ട് നീട്ടിയിട്ട് സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, സിംഹമേ, ആ സിംഹത്തോട് സലാം പറഞ്ഞിട്ട് വന്യജീവിക്ക് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഹാദാ അന റസൂലു റസൂലില്ലാഹി, അന റസൂലു റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരുടെ ദൂതനാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബലിന്റെ അടുത്തേക്ക് ഈ എഴുത്ത് കൊടുത്തയക്കാൻ വേണ്ടി എന്നെ വിട്ടതാണ് എന്ന് പറഞ്ഞ് ആ എഴുത്തിങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തപ്പോൾ ഫഹംഹമ, ആ സിംഹം അതാ അവിടെ നിന്നൊന്ന് മുരണ്ടു. എന്തോ ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയൊന്നും മുരണ്ടിട്ട് സിംഹം അങ്ങോട്ട് മാറിക്കൊടുത്തു. ബഹുമാനപ്പെട്ടവർ ശ്വാസം തിരിച്ചു കിട്ടിയ സന്തോഷത്തില് ആ മുന്നോട്ടുള്ള ഗമനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പിന്നാലെ എത്ര വട്ടം പിന്നോട്ട് മറിഞ്ഞു നോക്കും നമ്മളാണെങ്കിൽ. ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അതാ പോയി. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ അവിടെ നിന്ന് നബിതങ്ങളുടെ എഴുത്തിനുള്ള മറുപടിയും വാങ്ങി തിരിച്ചു വരുമ്പോ അതാ കാണുന്നു വഴിയിൽ അതേ സ്ഥാനത്ത് ആ സിംഹം തന്നെ. നേരത്തെ ഫലപ്പെട്ടത് നല്ല അനുഭവമാണ്. ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ റസൂലുള്ളാന്റെ എഴുത്തിനു മറുപടിയും വാങ്ങി വരികയാണ്, എന്നെ ശല്യപ്പെടുത്തരുത്. ഉടനെ അത് വീണ്ടും മാറി നിന്നു. അപ്പോഴും അത് എന്തോ ഒന്ന് മുരണ്ടു. ഫജഅല യുഹംഹിമു, എന്തോ അങ്ങനെ മുരണ്ടു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാറി നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്താനും കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അതാ ഈ സംഭവം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ പ്രിയപ്പെട്ട സഫീന, ആ സിംഹം നിന്നോട്, നീ ആ സിംഹത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു അത്ഭുത കാഴ്ച കണ്ടെങ്കിൽ ആ സിംഹം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നിന്നോടെന്തോ മുരണ്ടിട്ടില്ലേ? അതേ, ആ മുരണ്ട ശബ്ദം എന്താണെന്ന് നിനക്കറിയുമോ സഫീന? ഇല്ല ഇല്ല, നീ അങ്ങോട്ട് പോകുമ്പോ അന റസൂലു റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ റസൂലാണെന്ന് പറഞ്ഞപ്പോൾ സിംഹം മുരണ്ടത് അത് അതിന്റെ ഭാഷയിൽ സംസാരിച്ചതാ. അറിയോ നിനക്ക് അത് പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ സഫീന? ശരി, അങ്ങനെയാണോ? നീ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണോ? എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ മോനെ, കൈഫ റസൂലുള്ളാഹി, എന്താണ് എന്റെ മുത്തുനബിയുടെ വിവരം? സുഖം തന്നെയല്ലേ?
വഅബൂബക്കറിൻ വഉമറു വഉസ്മാൻ. അബൂബക്കറിന് സുഖം തന്നെയല്ലേ? ഉമറിന് സുഖം തന്നെയല്ലേ? ഉസ്മാന് സുഖം തന്നെയല്ലേ എന്നാണത് ചോദിച്ചത്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും മുരണ്ടത്, അങ്ങനെ നീ മുത്തുനബിയുടെ സവിധത്തിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ നീ അവിടെ ചെന്നിട്ട് എന്റെ ഒരു സലാം, ബല്ലിഗ് അന്നിയസ്സലാം ഹബീബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബൂബക്കറിൻ വഉമറ വഉസ്മാന വഅലിയൻ വസുഹൈബൻ വഅമ്മാറ റളിയല്ലാഹു അൻഹും, അവർക്കൊക്കെ നീ എന്റെ ഒരു സലാം പറയണം. എന്തായി കേൾക്കുന്നത്? ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കാട്ടിലെ ജന്തുക്കൾക്കറിയാമെന്നോ? അതെ നബിയെ, നിങ്ങളെ മനുഷ്യർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ടാണ് നാം പറഞ്ഞയച്ചത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. കാട്ടിലെ മൃഗങ്ങൾക്കറിയാം. കാട്ടിലെ മൃഗങ്ങൾക്ക് മുത്തുനബിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സിദ്ദീഖുൽ അക്ബറിനെ ഓർക്കാതെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ ഓർക്കാതെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ഓർക്കാതെ, അലി ഇബ്നു അബീ താലിബിനെ സ്മരിക്കാതെ, അമ്മാറിനെയും സുഹൈബിനെയും ഓർക്കാതെ, ഇങ്ങനെ തുടങ്ങിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെ ഓർക്കാതെ മുത്തുനബിയെ കുറിച്ച് ഓർക്കാൻ വയ്യ. അവരെ മാറ്റിവെച്ചിട്ടൊരു മുത്തുനബിയെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ വയ്യ. നബിനെ പറയുന്നതിന്റെ വിരോധം ഒരു ടീമിന്. എന്നാൽ കാട്ടിലെ ജന്തുക്കൾക്ക് പോലും നബിതങ്ങളെന്നല്ല, നബിതങ്ങളെ മാത്രം പറയാൻ കഴിയില്ല. നബിതങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച തന്റെ പ്രിയപ്പെട്ട നബിതങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും കൂടെ പറഞ്ഞെങ്കിലേ അവർക്ക് മനസ്സ് നിറയൂ. അതുകൊണ്ടാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പാടിയത്, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. മൗലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അലതല്ലിയിട്ട് അതാ മുത്തു നബിയെ കുറിച്ച് അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഒരു കാവ്യ സമാഹാരം തയ്യാറാക്കണമെന്ന് നിയ്യത്താക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് മൊത്തത്തിലൊന്ന് ചിന്തിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ മനസ്സിൽ അതാ 13 കൊല്ലം മക്കത്തെ യാതനകളും പ്രയാസങ്ങളും സഹിച്ച മുത്തുനബിയുടെ ചിത്രം വരുന്നു. അത് കഴിഞ്ഞിട്ട് 10 കൊല്ലം മദീനയിലും ജീവിക്കുന്ന ചിത്രത്തിന് ഒരുപാട് കരയാനും ചിരിക്കാനും സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടുമൊക്കെ കരയാനുള്ള നിമിഷങ്ങളുണ്ട്. സന്തോഷം കൊണ്ട് തന്നെ കരയാറുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കരയാനും സന്തോഷിക്കാനും അതുപോലെ തന്നെ സങ്കടപ്പെടാനുമൊക്കെ അനേകം അവസരങ്ങളുള്ള മുത്തുനബിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരറിയാതെ അങ്ങ് കരഞ്ഞു പോകുന്നു. അപ്പോൾ ഇമാം ബുസീരി ചോദിക്കുകയാണ്, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, ദൂസലമിലുള്ള അയൽക്കാരെയും കൂട്ടുകാരെയും ആലോചിച്ചതിനാണോ? മസജ്തദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി, കൺതടത്തിൽ നിന്നൊഴുകുന്ന ആ ചുടുപാഷ്പത്തോട് നീ ചോര മിക്സ് ചെയ്ത് അതേ രക്തം കലർത്തി നീ ഒലിപ്പിക്കുന്നത് അവരെ കുറിച്ച് ആലോചിച്ചതിനാണോ? എന്തിനാണ് നീ ഈ ചെങ്കണ്ണീരൊലിപ്പിക്കുന്നത്? മനസ്സിലായില്ല. അവരെ ഓർത്തതിനാണോ? അതേ, അവരെ ഓർത്തതിനാണെന്നതാണ് മറുപടി. അത് അവസാനം ആ മറുപടി വരുന്നത് കുറെ ലൈനുകൾ ഇങ്ങ് പിന്നിട്ടിട്ട് എന്ന വരി പാടുന്നതോടുകൂടെയാണ്. ഏതാവട്ടെ, ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് ദൂസലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള റോഡുകളുടെ പേരുകളായിരുന്നു, വഴികളുടെ പേരുകളായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയും മദീനയുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം ചരിത്ര പുരുഷന്മാരെ ഓർത്തതിനാണോ നീ കരയുന്നത്? അതാരാ?
മുത്തുനബിയും സഹാബത്തുമാണ്. നബിതങ്ങളുടെ ചരിത്രം പറയുമ്പോ അമിൻ തദക്കുരി ജാരിംബിദി സലമി എന്ന് പറഞ്ഞ് അവിടത്തെ ജാരിംബിദി സലമി എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരനെ, ആ അയൽവാസിയെ മാത്രം ഓർത്താൽ പോരെ. എന്തിനാണ് അവിടെ ബഹുവചനമാക്കിയിട്ട് ജീറാനിംബിദി സലമി എന്ന് പറഞ്ഞത്? അതേ ഇമാം ബുസീരിക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യും പിടിച്ച് നടന്ന സിദ്ദീഖുൽ അക്ബറിനെ മാറ്റിവെക്കാൻ കഴിയില്ല. നിഴലുപോലെ മുത്തുനബിയെ പിന്തുടർന്ന ആ സിദ്ദീഖുൽ അക്ബറിനെ മാറ്റിവെച്ച് നബിതങ്ങളെ ഓർക്കാൻ കഴിയുന്നില്ല. ഉമറിനെ മാറ്റിവെച്ചിട്ട് നബിതങ്ങളെ ഓർക്കാൻ കഴിയുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റിവെച്ചിട്ട് അതാ നബിതങ്ങളെ ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പദ്യം മഹാനവർകൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ നമ്മൾ ബുർദ ചൊല്ലി അവസാനം ആ ബുർദ സമാപിക്കുമ്പോഴും നമ്മളെല്ലാം കൂട്ടമായി വിളിച്ചു പറയുന്നു عبيدة وابن في الناشر الكرم مولاي صل وسلم دائما أبدا. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിക്കണം. അതേ, അവർക്കതിന് സാധിക്കൂല. സ്നേഹമില്ലാത്ത കൽബ് ഇത് ബോധ്യപ്പെടൂല. സ്നേഹമില്ലാത്ത കൽബിന്, സ്നേഹിക്കാൻ അറിയാത്ത കൽബിന് ഇത് ബോധ്യപ്പെടാനും പ്രയാസ. അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലും ഇത് ആരാധനയാണെന്നേ തോന്നൂ. സ്നേഹമുള്ളവൻ ഇത് ആദരവാണെന്നേ തോന്നൂ. ഞാൻ പറയുന്ന മലയാള ഭാഷയിൽ ആദരവും ആരാധനയും, ഈ രണ്ട് മലയാള പദം പഠിച്ചാൽ വ്യതിയാന ചിന്താഗതിക്കാരൻ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ കാഫിറാക്കൂലായിരുന്നു, മുശ്രിക്കാക്കൂലായിരുന്നു. മലയാളം പഠിച്ചാൽ മതി. ഖുർആൻ പഠിക്കേണ്ടതില്ല, ഹദീസ് പഠിക്കേണ്ടതില്ല. മലയാളം പഠിച്ചാൽ ഇസ്ലാമിന്റെ ബാലപാഠവും അറിയുമെങ്കിൽ ഇവിടെ ഭൂരിപക്ഷത്തെ കാഫിറാക്കാൻ തുനിയുമായിരുന്നില്ല, മുശ്രിക്കാക്കാൻ തുനിയുമായിരുന്നില്ല. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ആരും പിഴച്ചു പോകരുത്. നമ്മുടെ മനസ്സിലുള്ളതാണ്. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അതെ, കാട്ടിലെ മൃഗമടക്കം മുത്തുനബി കൂടെയുണ്ടായപ്പോ ആ മൃഗത്തിൽ നിന്നടക്കം സംരക്ഷണം ലഭിക്കുന്നു. അതും ഇമാം ബുസീരി പറയാൻ വിട്ടുപോയിട്ടില്ല. ഒരു വരിയിൽ എവിടെയോ ഇമാം ബുസീരിയുടെ ബുർദയിൽ അത് കയറി വരുന്നുണ്ട്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജിമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ബുസീരി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഒരാൾക്ക് സഹായമുറപ്പായാൽ, അള്ളാന്റെ റസൂല് മനസ്സിൽ കുടിയിരുന്നിട്ട് റസൂലുള്ളാഹിനെ സഹായിക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു, സിംഹങ്ങൾ അവനെ അഭിമുഖീകരിച്ചാൽ, ഫീ ആജാമിഹാ, അതിന്റെ ഘോര വനങ്ങളിൽ വെച്ച്, അതിന്റെ സ്വതന്ത്ര ലോകത്ത്, ഫീ ആജാമിഹാ തജിമീ, അതേ അവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അത് ശ്വാസം അടക്കി പിടിച്ചു നിൽക്കും. മിണ്ടുകയില്ല സിംഹം. ചീറിപ്പാഞ്ഞ് നിന്റെ നേരെ വരികയില്ല. നിന്നെ അതിന് ഭയമായിരിക്കും, അല്ലെങ്കിൽ നിന്നോടത് ചങ്ങാത്തം കെട്ടും. രണ്ടാലൊന്നായിരിക്കും സംഭവിക്കുക. നിന്നെ ഒരിക്കലും അത് ഉപദ്രവിക്കില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പലരും, ഔലിയാക്കളുടെ കഥ വായിക്കുമ്പോ കാണാം, അവര് വനങ്ങളിൽ ഏകാന്തവാസം നയിക്കുന്നു. എങ്ങനെയാണ് ഈ വന്യജീവികൾക്കിടയിൽ ജീവിക്കുന്നത്? പേടിക്കണ്ട, ഇമാം ബുസീരി പറഞ്ഞതാണ് അതിന് കാരണം. ചില ഔലിയാക്കൾ കഥയിൽ കാണാം, അവര് സിംഹത്തിന്റെ പുറത്ത് അങ്ങാടിയിൽ വന്ന് സാധനം വാങ്ങി തിരിച്ചു പോയിരുന്നു. നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് കൂടെയുണ്ടായിക്കോട്ടെ. അതുകൊണ്ട് എന്റെ വിശ്വാസിനികളായ സഹോദരിമാരോട് ഞാനൊരു കാര്യം,
വിദ്യാർത്ഥുകാർ ഏത് കുടുംബ ക്ലാസുകൾ വിളിച്ച് ഉപദേശിച്ചാലും സ്വലാത്ത് ചൊല്ലുന്നത് മുടക്കരുത് ഉമ്മമാരെ. റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ചൊല്ലുന്നത് മുടക്കരുത് ഉമ്മമാരെ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മതിപ്പ് കുറഞ്ഞു പോകണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ നന്നായി സ്നേഹിച്ചോ. ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് നിങ്ങൾ. ഒരുപാട് നോമ്പുകൾ യഥാസമയത്ത് നിർവഹിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഉമ്മമാരെ, നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. മക്കളെ നോക്കുന്ന തിരക്കില്, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന തിരക്കില് പലപ്പോഴും ഇബാദത്തുകൾ ചെയ്യാൻ കഴിയാറില്ല. മക്കളെ നോക്കുന്നത് ഇബാദത്താണ്, മുലയൂട്ടുന്നത് ഇബാദത്താണ്, ഭർത്താവിന്റെ വസ്ത്രമലക്കുന്നത് ഇബാദത്താണ്. ആ തിരക്കിൽ നഷ്ടപ്പെട്ടുപോയ ഗ്യാപ്പ് അത് നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. പ്രിയപ്പെട്ട സഹോദരാ, മുത്തുനബിയുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടാവണം. ഏതു പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഹബീബിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആ ഹബീബിനെ കൊണ്ട് തവസ്സുലാക്കണം. ആ ഹബീബിനെ മുൻനിർത്തിയിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അവനെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരും എന്ന ഒരു ഉറപ്പോട് കൂടിയായിരിക്കണം ഏത് പ്രശ്നങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 1:30 നിർത്താന്ന് പറഞ്ഞതാണ്, അങ്ങനെ തന്നെ നിർത്തുന്നു. ഇന്ന് പറഞ്ഞു വന്നത് വല്ലദീന ഇദാ ദുഃഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമിയാന. അല്ലാഹുവിന്റെ ആരുറപ്പുള്ള വചനങ്ങളെ കൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അതിനെ അനുസരിക്കുന്നവരാണ് അവര്. ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ പെട്ടെന്ന് ഫലപ്പെടുന്നവർ, ഉപദേശിച്ചാൽ പെട്ടെന്ന് പാഠം ഉൾക്കൊള്ളുന്നവർ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് വേണ്ടി ഹൃദയം മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുന്ന വിഭാഗം. ആ ആയത്തുകൾ കേൾക്കുമ്പോൾ ചിന്തിച്ചും മനസ്സിലാക്കിയും അതിനെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരിൽ നമ്മെ എല്ലാവരെയും പെടുത്തി തരുമാറാവട്ടെ. ആമീൻ.